എന്തായാലും നഷ്ടപ്പെട്ട ജീവനൊന്നും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നിങ്ങളെല്ലാം കണ്ടിയാണ് കഴിഞ്ഞ ദിവസം IPL RCB വിജയിച്ച് കഴിഞ്ഞ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് അവരുടെ ഹോം ഗ്രൗണ്ടിലേക്ക് വരുന്ന ആ ഒരു ഇടയിൽ നിങ്ങൾക്കറിയാം ഫാൻസ് എല്ലാം കൂടെ തടിച്ചുകൂടി അവിടെ 11ഓളം പേരാണ് മരിച്ചത്. സോ എന്തായാലും എന്തൊക്കെയാണ് ഇഷ്യൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു മരിച്ച ആളുകൾക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം നൽകുക എന്നാണ് ഇപ്പോൾ RCB മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു മരിച്ച ആളുകൾക്ക് എല്ലാവർക്കും 10 ലക്ഷം രൂപ വീതം, അവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകും എന്ന് RCB മാനേജ്മെൻറ്റ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, ഇത് എല്ലാവരുടെയും കുഴപ്പമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ പോലീസിനെ കുറ്റം പറയും, പോലീസാണെങ്കിൽ ഗവൺമെൻറ്റിനെ കുറ്റം പറയും, പിന്നെ ചിലവർക്ക് KCയെ കുറ്റം പറയും. അങ്ങനെ കുറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഇത് എല്ലാവരുടെയും കൂടെ കുറ്റമാണ്. പോലീസിൻ്റെ ഭാഗത്ത് അത്രത്തോളം കുറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവരുടെ ഡ്യൂട്ടി അവർ കുറച്ചുകൂടെ മികച്ച രീതിയിൽ ചെയ്താൽ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർ ഫസ്റ്റ് പോലീസ് പറഞ്ഞിരുന്നു ഇത് നിയന്ത്രിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ KCയും RCBയും എല്ലാം കൂടെ അവരുടെ മാനേജ്മെൻറ്റ് എല്ലാം കൂടെ പറഞ്ഞ് ഇത് വേണമെന്ന് പറഞ്ഞു. സോ ഇത് നടത്തണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ്റാണ് പ്രഷർ ഇട്ടത് ഇത് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. സോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 10 ലക്ഷമൊക്കെ മതിയോ? ഞാൻ ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം.